ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഓർഗനൈസിങ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളിപ്പോൾ മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ സ്റ്റെപ്സ്, ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഈ സ്ട്രക്ചർ, ഘടന, ശരിക്കും നിങ്ങളെല്ലാവർക്കും ഇത് സുപരിചിതമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയർ നിങ്ങൾക്ക് ആ വീടിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചു തരും. അതൊരു വൈറ്റ് പേപ്പറിൽ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ വെച്ച് അത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഘടന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഒരു ഘടന ചിലപ്പോൾ ചില സ്കൂളുകളിലൊക്കെ, വലിയ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഗേറ്റിൽ ആ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ ഒരു ഘടന വരച്ചു വെച്ചിട്ടുണ്ടാവും. LP സെക്ഷൻ, UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്കൻഡറി സെക്ഷൻ, അത് ഏതൊക്കെ റൂട്ട് മാപ്പ് അടക്കം വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും തീം പാർക്കുകളിലോ സൂവിലോ ഒക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ആ മൊത്തം സൂവിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഏതിലൂടെയൊക്കെ പോകാം, ഏതിലൂടെയൊക്കെ പോയാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ആ ബോർഡ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ആ സൂ എങ്ങനെ, അല്ലെങ്കിൽ ആ ഗാർഡൻ എങ്ങനെ എന്നുള്ളത് അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ ധാരണയിലുണ്ടെങ്കിൽ അത്തരത്തിലാണ് ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം നിലവിൽ വരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ഒരു ഫ്രെയിം വർക്ക് റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നു. ആ ഫ്രെയിം വർക്കിനെയാണ് സത്യത്തിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു സ്ഥാപനം സന്ദർശിക്കാൻ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റിൽ തന്നെ ഇതേപോലെ സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അത് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൽ അതിൻ്റെ ഓരോ പഠന വകുപ്പുകൾ എവിടെയൊക്കെയാണ് എന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടന അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ബിസിനസ്സിൻ്റെ, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെയാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നോക്കൂ, ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. ഒരു സ്ഥാപനത്തിലെ മാനേജീരിയൽ അതേപോലെ ഓപ്പറേറ്റിംഗ് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക്, ആ ഫ്രെയിം വർക്കിനെയാണ് ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുക. അത് കൃത്യമായിട്ട് വീണ്ടും ഞാൻ പറയുന്നു, ഹെൻറി ഫയോളിൻ്റെ സ്കേലാർ ചെയിൻ പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ വരച്ച് തന്നിട്ടുണ്ടായിരിക്കാം. ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ചെയിൻ ഓഫ് കമാൻഡ്, അതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ ഇനി പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്കത് അടുത്ത വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. നോക്കൂ, ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് വർക്ക് റിസോഴ്സസ്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് വർക്ക് റിസോഴ്സസ് എന്ന് വെച്ചാൽ അവിടെ വർക്ക് റിലേഷൻഷിപ്പിനെ കാണിച്ചുകൊണ്ടായിരിക്കും ഘടന കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനതിൻ്റെ ചിത്രം ഇനി വരും ഇതിൽ കാണുക. ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ താഴെ മാനേജിംഗ് ഡയറക്ടർ, അതിൻ്റെ താഴെ അസിസ്റ്റന്റ് മാനേജർ, പിന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് എന്ന രൂപത്തിൽ വർക്ക് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ താഴോട്ട് ഉണ്ടാക്കുന്ന ഒരു ഘടന, ആ ഫ്രെയിം വർക്ക്, അതാണ് യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് അലൗസ് കോറിലേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇത് എന്തിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? കോറിലേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസുകളുടെ കോർഡിനേഷനെയും കോറിലേഷനെയും ഈ സ്ട്രക്ചർ സഹായിക്കുന്നു. It enables the enterprise to function as an integrated unit by regulating and coordinating the responsibility of individuals and departments. ഈ സ്ട്രക്ചർ എന്തിനെ സഹായിക്കുകയാണ്? ഇൻഡിവിജ്വൽസിനെ, ഡിപ്പാർട്ട്മെന്റ്സിനെ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥാപനം ഹോൾ ഒന്നാണ് എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കാൻ ഈ സ്ട്രക്ചർ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സഹായിക്കുന്നു. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടായിരിക്കും എന്താണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ചിത്രം ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്നും ഡിവിഷണൽ സ്ട്രക്ചർ എന്നും. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫങ്ഷണൽ സ്ട്രക്ചർ, ആ സ്ഥാപനത്തിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്,
ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ച് ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ അത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റുകളും അവയ്ക്ക് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രൂപത്തിൽ എംപ്ലോയി റിലേഷൻഷിപ്പിന് അടിസ്ഥാനത്തിൽ ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്നും. ഡിവിഷണൽ സ്ട്രക്ചർ, ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളെ വെച്ചുകൊണ്ടായിരിക്കും. അത്തരത്തിലുള്ള സ്ട്രക്ചറുകളെ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയും. ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിൽ വാരി വിത്ത് ദ നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ഇറ്റ്. The organizational structure can be classified under two categories, functional structure and divisional structure. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ രണ്ട് രീതിയിലാണുള്ളത്. അത് ഫങ്ഷണൽ സ്ട്രക്ചർ ആവാം, ഡിവിഷണൽ സ്ട്രക്ചർ ആവാം. ഇനി ഓരോന്നും നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഫങ്ഷണൽ സ്ട്രക്ചർ, അതിന്റെ മീനിങ് എന്ത്, അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ് എന്ത്, അതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ, ഓരോ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ഗ്രൂപ്പിംഗ് ജോബ് ഓഫ് സിമിലർ നാച്ചർ അണ്ടർ ഫങ്ഷണൽ ആൻഡ് ഓർഗനൈസിംഗ് ദീസ് മേജർ ഫങ്ഷൻസ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ. നോക്കൂ, ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ഓഫ് സിമിലർ നാച്ചർ നമ്മൾ ആദ്യം പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ആക്കി തരംതിരിക്കുന്നു. ആൻഡ് അതിനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രക്ചർ, അതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓൾ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് റിപ്പോർട്ട് ടു കോർഡിനേറ്റിംഗ് ഹെഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ടായിരിക്കണം, ഒരു കോർഡിനേറ്റിംഗ് ഹെഡ് ഉണ്ടായിരിക്കും. ദീസ് ഡിപ്പാർട്ട്മെന്റ് മേ ഫർദർ ഡിവൈഡഡ് ടു സെക്ഷൻ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വീണ്ടും എന്ത് ചെയ്യാം, സെക്ഷനുകളായിട്ട് തരംതിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അയാളുടെ താഴെ മാനേജിംഗ് ഡയറക്ടർ, അയാളുടെ താഴെ അസിസ്റ്റന്റ് മാനേജർ, അയാളുടെ താഴെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ. അവിടെയാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ്സ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഓരോ കറക്റ്റും പ്രൊഡക്ഷൻ അതൊരു ഫംഗ്ഷനാണ്, മാർക്കറ്റിംഗ് ഒരു ഫംഗ്ഷനാണ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അതൊരു ഫംഗ്ഷനാണ്, ഫിനാൻസ് ഒരു ഫംഗ്ഷനാണ്. ഇത്തരത്തിൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഫങ്ഷണൽ സ്ട്രക്ചർ, ഏറ്റവും ടോപ്പ് CEO. ഇപ്പോൾ മോഡേണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ CEO എന്നാണ് പറയുക. ആ CEOയുടെ താഴെ 3 ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നു, മാർക്കറ്റിംഗ്, സെയിൽസ്, സർവീസ്. ഓരോന്നിലും എന്ത് ചെയ്യാം, വീണ്ടും സബ്സെക്ഷൻസ് കൊണ്ടുവരാം. അത്തരത്തിൽ ആ സ്ഥാപനത്തിൽ എന്താണ് ഫങ്ഷൻ, ആ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഈ ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. നിങ്ങൾക്കറിയാം ഫങ്ഷൻ, അപ്പൊ തന്നെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അവിടെ വരുന്നു സ്പെഷ്യലൈസേഷൻ. ഫങ്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം, അവരവർക്ക് അലോക്കേറ്റ് ചെയ്ത വർക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ. വ്യക്തികൾ അവർക്ക് അലോക്കേറ്റ് ചെയ്ത ജോബ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അവരതിൽ എന്താവുന്നു, പ്രാവീണ്യം നേടുന്നു, വൈദഗ്ധ്യം നേടുന്നു. അതിനെയാണ് ഒക്യുപേഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക. അതെന്ത് ചെയ്യുന്നു, എഫിഷ്യൻസി, അതേപോലെ ഈ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. നല്ല രൂപത്തിൽ മാൻ പവറിനെ ഉപയോഗിക്കാനും അതിലൂടെ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും എന്ത് ചെയ്യുന്നു, ഈ ഫങ്ഷണൽ സ്ട്രക്ചർ സഹായിക്കുന്നു എന്നാണ് ഈ സ്പെഷ്യലൈസേഷൻ എന്നുള്ള അഡ്വാൻറ്റേജ് പറയുന്നത്. ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അവിടെ ഓരോ ഫംഗ്ഷനും കൃത്യമായിട്ട് ഹെഡ് ഉണ്ടായിരിക്കും, അവരുടെ കീഴിലുള്ള സബ്സെക്ഷൻ, അങ്ങനെ കൃത്യമായിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിലാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അവരെ എന്തിലേക്ക് നയിക്കുന്നു, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നോക്കൂ, ഫങ്ഷണൽ സ്ട്രക്ചർ പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ബിക്കോസ് ഓഫ് സിമിലാരിറ്റി ഇൻ ദി ടാസ്ക് ബീയിങ് പെർഫോംഡ്. ഓരോ സിമിലാരിറ്റി ഇൻ ടാസ്ക്, ഓരോരുത്തരുടെയും ടാസ്ക് സിമിലർ നാച്ചറിലുള്ളതിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിൽ ഈ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ബെറ്റർ കൺട്രോൾ, അവിടെ കൃത്യമായി നിയന്ത്രിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്.
ഇനി അടുത്ത് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. അവിടെ ഈ ഈ ആദ്യം പറഞ്ഞ 2 അഡ്വാൻറ്റേജിലൂടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ് പ്രോഫിറ്റബിലിറ്റി. സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു, ബെറ്റർ കൺട്രോളും കോർഡിനേഷനും ഉണ്ടാകുന്നു, വിച്ച് ലീഡ്സ് ടു ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. നോക്കൂ, ഫങ്ഷണൽ സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. ഈ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു, അതിലൂടെ പ്രോഫിറ്റും വർദ്ധിപ്പിക്കുന്നു. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ. നോക്കൂ, ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ് ടു മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് വിച്ച് റിസൾട്ട് ഇൻ എക്കണോമീസ് ഓഫ് സെയിൽ ആൻഡ് ദിസ് ലോവേഴ്സ് കോസ്റ്റ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരുന്നില്ല, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകളാണ്, മിനിമം വേസ്റ്റേജ് ആണ്, വിച്ച് വിൽ ലീഡ്സ് ടു കോസ്റ്റ് റിഡക്ഷൻ. ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ചെലവ് ചുരുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈസി ട്രെയിനിങ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരുത്തർ കൃത്യമായി ഡിഫൈൻ ചെയ്ത വർക്ക്, അങ്ങനെ കൃത്യമായി ഡിഫൈൻ ചെയ്ത വർക്കും അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വർക്കുകളാകുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വേണ്ട ട്രെയിനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് കൃത്യമായിട്ട് നൽകാനും ഈ സ്ട്രക്ചർ സഹായിക്കുന്നു. നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസിയർ ആസ് ദേ ഫോക്കസ് ഈസ് ഓൺലി ഓൺ ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്കിൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ഹീസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ പ്രോസസ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആയിരിക്കണം അയാൾക്ക് കൊടുക്കേണ്ടത്. നേരെ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ട്രെയിനിങ്. അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായി വർക്ക് ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള കൃത്യമായ ട്രെയിനിങ് എന്ത് ചെയ്യാൻ കഴിയുന്നു? അവർക്ക് കൊടുക്കാൻ. അത് വിച്ച് ഇസ് കോൾഡ് ഈസി ട്രെയിനിങ്. അത് 5ാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. Due attention. Functional structure ensure that different function get due attention. എല്ലാ ഫങ്ഷൻസിനും എന്ത് ചെയ്യാൻ കഴിയുന്നു? കൃത്യമായ അറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ കാര്യം ശരി, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് അങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിൽ കൂടി ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാൻ കഴിയും? ഡ്യൂ അറ്റൻഷൻ ആ ഓരോ പ്രവർത്തനത്തിനും കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിന് അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക പോയിന്റാണ്. നോ എംഫസൈസ് ടു ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ജോലി ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അയാളുടെ വർക്കുകൾ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകൾ ഏറ്റവും നല്ല രൂപത്തിലാവണം എന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു തരം സ്വാർത്ഥ താല്പര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ക്ലാഷ് ഉണ്ടാവാനും എൻ്റെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിൽ നിന്ന് അയാൾ വ്യതിചലിക്കാനുള്ള സാധ്യത. അതാണ് നോ എംഫസിസ് ടു ഓവറോൾ ഒബ്ജക്റ്റീവ് എന്നുള്ള ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നോക്കൂ, എ ഫങ്ഷണൽ സ്ട്രക്ചർ പ്ലേസസ് ലെസ് എംഫസിസ് ഓൺ ഓവറോൾ എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ് ദാൻ ദി ഒബ്ജക്റ്റീവ് പെർസ്യൂഡ് ബൈ ഫങ്ഷണൽ ഹെഡ്. ഇറ്റ് റെഡ്യൂസസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more ഡിപ്പാർട്ട്മെന്റ്സ്. നോക്കൂ, അവരവരുടെ ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെ അവരെന്ത് ചെയ്യുന്നില്ല, ഇന്റർ റിലേഷൻ കോർഡിനേഷൻ കുറയുമ്പോൾ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ആ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അത് സ്ഥാപനത്തിന് മൊത്തത്തിൽ എന്ത് സംഭവിക്കാം? ലോസിലേക്ക്, അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 5000 യൂണിറ്റ് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയും അത് അവരുടെ ടാർഗറ്റ് വെച്ചിട്ട് അവരതിന് വേണ്ട കാര്യങ്ങൾ നടത്തുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആ വർഷം 4000 യൂണിറ്റിനുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് 10000 യൂണിറ്റിനുള്ള ഫിനാൻസ് കണ്ടെത്താനും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് വെറും 2000 യൂണിറ്റ് സെയിൽസ് ചെയ്യാനുള്ള സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റി. ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഇന്റർ റിലേറ്റഡ് കോർഡിനേഷൻ ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്ഥാപനം മിക്കവാറും നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ ഈ നോ എംഫസൈസ് ടു ഓവറോൾ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ പ്രവർത്തനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഓവറോൾ ഒബ്ജക്റ്റീവിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള ഒരു ലിമിറ്റേഷനാണ് അവിടെ പറയുന്നത്. ഇതും അവിടെ അഡ്വാൻറ്റേജ് പറയുന്നു, അതേസമയം ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയുന്നു. ഡിഫിക്കൽട്ടി ഇൻ കോർഡിനേഷൻ. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ
ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് എന്തായി മാറുന്നു, ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, ദിസ് സ്ട്രക്ചർ മേ ലീഡ്സ് ടു പ്രോബ്ലം ഇൻ കോർഡിനേഷൻ ആസ് ഇൻഫർമേഷൻ ഹാസ് ടു ബി എക്സ്ചേഞ്ച് അക്രോസ് ഫങ്ഷണലി ഡിഫറൻഷിയേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്. ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അവരുടെ കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും പാസ് ചെയ്യാനുള്ള അതൊക്കെ അതിലുണ്ടാവുന്ന ഡിലേ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന അവർക്ക് തന്നെയുള്ള ഹെസിറ്റേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ കോർഡിനേഷൻ ഡിഫിക്കൽട്ടാക്കി മാറ്റുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്റ്റ്, ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് തമ്മിലുള്ള ക്ലാഷുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ തമ്മിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരൊറ്റ ഒബ്ജക്റ്റ്, ആ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. അതിലേക്ക് പോവാതെ അവരവരുടെ ഒബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ട് എന്താ പറയുക